ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീഷോയിലെ അത്യാവശ്യം വൈറലായിട്ടുള്ള എല്ലാ ധാവണിയുടെയും ഒരു റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കളർ കോമ്പിനേഷനാണ്. ഇമാജിൽ കണ്ടതും നമുക്ക് കയ്യിൽ കിട്ടുന്നതും തമ്മിൽ അത്യാവശ്യം കളർ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട്. എല്ലാം ഏകദേശം അണ്ടർ 600 ആണ് കേട്ടോ പ്രൈസ് വരുന്നത്. ഓഫർ അല്ലാത്ത സമയത്ത് പ്രൈസിൽ നല്ല വേരിയേഷൻസ് ഉണ്ടാവും. അത് പിന്നെ നമുക്കറിയാമല്ലോ, ഓരോ സെയിൽ നടക്കുന്ന സമയം നല്ല ഓഫർ ഉണ്ടാവും. നമ്മൾ UPI വഴി അല്ലെങ്കിൽ Paytm വഴിയൊക്കെ വാങ്ങിക്കുകയാണെങ്കിലുണ്ടല്ലോ, നമുക്ക് കുറച്ചും കൂടെ അഡീഷണൽ ഡിസ്കൗണ്ട് കൂടി ഉണ്ടാവും കേട്ടോ. അതറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ റിട്ടേണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് അതൊന്നും പേടിക്കണ്ട കേട്ടോ. ഇതിൻ്റെ ഷാള് വരുന്നത് ഷിഫോണാണ്. അതുപോലെ തന്നെ സ്കേർട്ടും അതുപോലെ നമ്മളുടെ ടോപ്പും വരുന്നത് ആർട്ട് സിൽക്കാണ് കേട്ടോ മെറ്റീരിയലായിട്ട് വരുന്നത്. ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇത് അടിച്ചിട്ട് കാണിക്കുന്നില്ലേന്ന് ചോദിക്കാൻ ഞാൻ ലാസ്റ്റോട്ട് അടിച്ചിട്ടതും കൂടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇനി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കളർ കോമ്പിനേഷൻ അങ്ങനെ അധികാരം ട്രൈ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഷാളി പറഞ്ഞ പോലെ ഷിഫോണാണ്. ഇതിലെ എല്ലാത്തിൻ്റെയും ഷാള് ഷിഫോണൊന്നും അല്ല കേട്ടോ. ഞാൻ എടുത്തതിൻ്റെത് എനിക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. അല്ലാത്ത ഇമാജിൽ കാണുന്നതായിരിക്കണം എന്നില്ല നമ്മുടെ കയ്യിൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ ആർട്ട് സിൽക്കാണ്. ബ്ലൗസ് പീസ് വന്നിട്ടും ഞാനിതിൽ കാണിച്ചു തന്നേക്കാം കേട്ടോ. ഇതാ ഈ ഒരു കളറാണ് ഇതിൻ്റെ. ദുപ്പട്ട വന്നിട്ട് ദുപ്പട്ട അടിപൊളിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഈ ഒരു കളറാണെങ്കിലും ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിലും ഇത് ഉടുത്ത പോലെ നിൽക്കും. അതാണ് അതിൻ്റെ ഒരു നല്ല ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഈ സ്കേർട്ടിനൊക്കെ ലെങ്ത് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. അതൊന്നും വിഷമിക്കേണ്ട, ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പർച്ചേസ് ചെയ്യാം. ഇതിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ, ഈ ഒരു കോമ്പിനേഷനാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന് 550 രൂപയിലും താഴെ വിലയാവുന്നുള്ളൂ കേട്ടോ. നമ്മൾ വാങ്ങിക്കുന്നത് ഇതിൻ്റെ മെറ്റീരിയലാണ്. പിന്നെ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അയൺ ചെയ്തെടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഷാളിൻ്റെ ലെങ്ത്തൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ ഇതിൻ്റെ കൈ ഈ ഒരു രീതിയിലാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയുള്ളത് വീട്ടിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ അൺസ്റ്റിച്ചഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആണ് നമ്മളെല്ലാം എടുക്കുന്നത്. പിന്നെ ഫ്രീ സൈസ് എന്ന് കാണിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ എനിക്ക് എൻ്റെ ഒരു ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതായതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തത്. അയൺ ചെയ്യുമ്പോൾ ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിന് ലൈനിങ് ഉണ്ടോ എന്നൊക്കെ ലൈനിങ് വെക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളുടെ സാരിക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പാവാട ഉണ്ടല്ലോ, അത് യൂസ് ചെയ്താൽ മതി. അതാകുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കിത് ഒത്തിരി ഇഷ്ടമായി. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഈ ഒരു കളർ കോമ്പിനേഷൻ. ആദ്യം ഞാൻ വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്തത് ഈ ഒരു സംഭവമായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു കളറും സംഭവവും ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു ചെറിയ ആഷ് കളറും നേവി ബ്ലൂ കളറും. കാണാൻ വൈറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് ലൈറ്റ് ആഷ് കളറാണ് കേട്ടോ. ഈ ഒരു കളർ കോമ്പിനേഷനും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് നോക്കിയപ്പോൾ അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. ഇതിപ്പോൾ എനിക്ക് അത്യാവശ്യം മടക്കി അടിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ലെങ്ത്ത്. കാരണം നല്ല ലെങ്ത്ത് ഉണ്ട്. ഏകദേശം എൻ്റെ കഴുത്തിന് താഴെ മുതൽ ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഷാൾ ഷിഫോണാണ്. എനിക്ക് പേഴ്സണലി ഷിഫോൺ ഷാൾ വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒത്തിരി സെർച്ച് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചതിൽ എല്ലാം ഷിഫോൺ ഷാളൊന്നുമല്ല. അത് ഞാൻ കാണിച്ചു തരുകയും ചെയ്യാം കേട്ടോ. ചിലവർക്ക് ഈ ഒരു ഷാൾ ഇഷ്ടമുണ്ടാവില്ല. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി അതല്ലാത്തതും ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ പഫ് കൈയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മൾ നോർമലി ഒരു തുണി എടുത്തിട്ട് ഈ ഒരു എന്താ പറയുക, നമ്മളുടെ കാഞ്ചീപുരം ടൈപ്പ് തുണി എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഇതിനും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയായിരിക്കും അതെന്തായിരിക്കും എന്നുള്ളത്. നമുക്ക് ഈ നൂല് കുറച്ചിങ്ങനെ വലിഞ്ഞ് പോകുന്നത് പോലെ ഉണ്ടാവും തറ്റത്ത്, അതായത് ഇതിൻ്റെ സൈഡിൽ എഡ്ജിൽ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവും. അതിങ്ങനത്തെ എടുത്താൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അതെല്ലാത്തിനും അത് നിങ്ങളിപ്പോൾ ഒരു സാരി മുറിച്ചടിക്കുകയാണെങ്കിൽ ഇതേ പ്രശ്നം തന്നെ ഉണ്ടാവും. അല്ലാതെ ഇതിന് യാതൊരു പ്രോബ്ലം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 2-3 തവണ ഇട്ടതുമാണ്. അപ്പോൾ അങ്ങനത്തെ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഇതിൻ്റെ വേറൊരു കളർ കോമ്പിനേഷനാണ്. അതുകൊണ്ട് ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തില്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷനും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ബ്ലാക്കും ഈ ഒരു കളറും വരുന്നത്. ഒരുപാട് ആൾക്കാർ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ പറയാം, കുറേ ആൾക്കാർ ചെയ്തതിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ആർട്ട് സിൽക്ക് തന്നെയായിരുന്നു കേട്ടോ ദുപ്പട്ട കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ ഭാഗ്യം കൊണ്ടാണ് എന്തോ എനിക്കറിയില്ല, എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഷിഫോൺ തന്നെയാണ്. അതായത് ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഷിഫോൺ ഷാൾ തന്നെയാണ്. എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചതിലും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർക്കും ഷിഫോണാണ് ഏറ്റവും ഇഷ്ടമുള്ള മെറ്റീരിയൽ ഷാളിന് എന്നാണ്. എല്ലാത്തിൻ്റെയും മെറ്റീരിയൽ എനിക്ക് സെയിം ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. മീൻസ് ടോപ്പ്
ടോപ്പിൻ്റെയും സ്കേർട്ടിൻ്റെയും. ഓക്കെ, അപ്പോൾ നല്ല ലെങ്ത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേപോലെ തന്നെയാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്ക് ഏകദേശം മനസ്സിലാവും. നമുക്ക് സാധാരണ ഒരു സാരിയുടെ കൂടെ ബ്ലൗസ് പീസ് വരുമല്ലോ, അത്ര തന്നെയുണ്ട് ഇതിൻ്റെ ബ്ലൗസ് പീസും. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സംഭവം കാണാം. ഇതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ഇതാണ്. ഇത് ഒത്തിരി വൈറലായിട്ടുള്ളത് തന്നെയാണോ? ഇതിൽ നമുക്ക് പറയുകയാണെങ്കിൽ എല്ലാ ആർട്ട് സിൽക്കാണ് കേട്ടോ. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് നമ്മളുടെ ഷിഫോൺ അല്ല, പക്ഷേ നല്ല രീതിയിൽ അയൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ഒരു ക്ലാസ് ലുക്കാണ് ഈ ഒരു സംഭവത്തിന്. ഒത്തിരി പേര് ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു ധാവണിയായിരുന്നു ഇത്. ഒരു വെറൈറ്റി കളറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് അങ്ങനെ ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു കളറല്ല, 2 ഷെയ്ഡ് അടിക്കുന്ന പോലത്തതുണ്ടല്ലോ, അങ്ങനത്തെയാണ്. പിന്നെ നമുക്ക് ഈ ലൈറ്റിൻ്റെ ഒരു ഡിഫറൻസിൻ്റെ അനുസരിച്ച് കളർ ചെറിയൊരു വേരിയേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ ഇമാജിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെയല്ല നമുക്ക് കയ്യിൽ കിട്ടുമ്പോഴുള്ളതും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഞാൻ പിന്നെ ഇതിൽ എഡിറ്റോ ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. മീൻസ് നന്നായിട്ട് ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് ആൾക്കാർ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒറിജിനൽ കളർ കാണില്ല. ഇതിപ്പം അതൊന്നും ചെയ്യാണ്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും അതിൻ്റെ കളർ വന്നിട്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ലെങ്ത്ത് കാര്യങ്ങളൊക്കെ എല്ലാത്തിനും സെയിമാണ്. ഇത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏതിൻ്റെങ്കിലും ലിങ്ക് വേണമെങ്കിൽ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുക, പർച്ചേസ് ചെയ്യുക.